ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് X32 ബെറിഞ്ചറിൻ്റെ ഡിജിറ്റൽ കൺസോളാണ്. നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്നാസ് പ്രോ സൗണ്ട് സിസ്റ്റമാണ്. സ്നാസിൻ്റെ ഷിജിരാജ് സാറാണ് നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ പാർട്ട് കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ പാർട്ടുകളുമുണ്ട്, ഈ ശേഷമുണ്ട്. ഫസ്റ്റ് മുതലുള്ള പാർട്ടുകൾ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. സെറ്റപ്പ് എന്നുള്ള ബട്ടണാണ്. അപ്പോൾ ആ സെറ്റപ്പ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെയിൻ ഓൺ ഓഫ് എല്ലാം വരുന്നത് അതിലാണ്, ഈ സെറ്റപ്പിലാണ്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? കാണാമല്ലോ സെറ്റപ്പ്. ഇതിൽ ഷട്ട് ഡൗൺ, അതായത് ഇങ്ങനത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് ഡൗണിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ വരും, അതായത് യു ക്യാൻ സേഫ്ലി സ്വിച്ച് ഓഫ് ദ കൺസോൾ നൗ. അതായത് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നമ്മൾ ബാക്കിൽ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. തിരിച്ച് ഈ ഹോം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഇതിലോട്ട് വരും. നമ്മൾ ആ സെറ്റപ്പിലോട്ട് പോകാം. പിന്നെ അതിൻ്റെ ഫയർവെയർ വെർഷനാണ് കാണിക്കുന്നത്. 4.02 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് വെർഷനാണ്. പിന്നെ അതിൻ്റെ കൺസോൾ റീബൂട്ട് ചെയ്യാൻ, ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇത് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ്. ഇത് സാമ്പിൾ റേറ്റാണ് 48, 48, 44 സാമ്പിൾ റേറ്റാണ്. 48 ആണ് ആവശ്യം. 44 സിനിമയ്ക്കൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് സോഴ്സ്, നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് സെലക്ട് ചെയ്യേണ്ട ഇതാണ്. നമ്മൾ നേരത്തെ ഇൻറ്റേർണൽ ഇതാണോ AIS ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ലൈബ്രറി റീസെറ്റ് ചെയ്യാനും, അതായത് കൺസോൾ റീസെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷനാണ്. ഫാക്ടറി റീസെറ്റ്, കൺസോൾ റീസെറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് ബാക്കപ്പ് ചെയ്യാം. നമ്മളിപ്പം കൺസോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ ബട്ടണിൽ തിരിച്ച് ബാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ബട്ടണിൽ അൺഡു എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ചെയ്തത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ ഫയൽ കിട്ടില്ല. അതിൽ പുതിയ ഈ വെർഷനിൽ ഈ കസ്റ്റം ബൂട്ട് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് നോക്കിയിട്ടില്ല. ഇനി നമ്മുടെ ടൈമും ഡേറ്റും, ഇപ്പോഴത്തെ ടൈം, ഡേറ്റ്, ഇതെല്ലാം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. ഇവിടുത്തെ ഈ സെലക്ട് ബട്ടണിൽ പോയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. പിന്നെ LCDയുടെ ബ്രൈറ്റ്നസ്, പിന്നെ നമ്മുടെ ലാമ്പിൻ്റെ അതെല്ലാമാണ് ഇത് വരുന്നത് ഇതിൽ ആദ്യത്തെ ഇതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സെറ്റപ്പ് ഇതിൽ തന്നെ നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ എൻ്റെ ജനറൽ ഓപ്ഷനുകളാണ് വരുന്നത്. ജനറൽ അതിൽ പോപ്പ് അപ്പ്. ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല, എങ്കിലും എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറയാം. കാണാവോ? കോൺഫിയറിലോട്ടാണ്. ഗ്ലോബൽ കഴിഞ്ഞിട്ട് നേരെ കോൺഫിയറിലോട്ടാണ്. ഇത് നമുക്ക് റിട്ടേൺ ടു ലാസ്റ്റ് സെലക്ട് പ്രീസെറ്റുകൾ, ഇത് എന്തോന്നൊക്കെ എവിടെയൊക്കെ നമുക്ക് വേണമെന്നുള്ള ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ജനറൽ, ഫോർവേറ്റ്, സീൻ ലോഡ്, അതൊക്കെ. പിന്നെ ഡിലേ, നമുക്ക് ലിങ്ക് എന്തോന്നൊക്കെ ലിങ്ക് ചെയ്യണമെന്ന്. ഇപ്പം നമ്മൾ ഒരു ചാനൽ ലിങ്ക് ചെയ്യുമ്പോൾ ആ ചാനലിൽ എന്തോന്നൊക്കെ ലിങ്ക് ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ പാനിങ് മോഡ്, പിന്നെ ഇത് ബെസ്റ്റ് കോൺഫിഗറേഷനാണ്. ഇത് വന്നിട്ട് ഇത് 10 പ്രീഫെയ്ഡറാണ് ഇതിൽ വരുന്നത്. ഇത് ചാനൽ പ്രീസെറ്റിൽ വരുന്നത് കണ്ട 10. ഇപ്പോൾ കറണ്ട് പ്രീസെറ്റിൽ വരുന്നത് 10 എണ്ണമാണ് പ്രീഫെയ്ഡറായിട്ട് വരുന്നത്. അത് 16 എണ്ണം വേണമെങ്കിൽ 16 എണ്ണം പ്രീഫെയ്ഡറാക്കാം. അത് 16 എണ്ണം പോസ്റ്റ് ഫെയ്ഡറാക്കാം. ഓക്സിലറി ഔട്ട്പുട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് 10+6 പോസ്റ്റ് വരുന്നുണ്ട്. സബ് ഗ്രൂപ്പ്, അതായത് 8 പ്രീഫെയ്ഡറും
പ്ലസ് 4 സബ് ഗ്രൂപ്പും, പിന്നെ ഇതിപ്പം 6 ഓക്സും ബാക്കി പോസ്റ്റ് ഫൈഡറും സബ് ഗ്രൂപ്പും എങ്ങനെ സെലക്ട് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്കതിൽ ചാനലിൽ പോയിട്ടും സെലക്ട് ചെയ്യാൻ ഒക്കും. അത് കഴിഞ്ഞിട്ട് അത് റിമോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മിഡി വെച്ച് ചെയ്യുന്നതും അതിൻ്റെ ഫങ്ഷൻസാണ്. മിഡി കൺട്രോള് അതൊക്കെയാണ് വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഡീലിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് റൂട്ടർ വെച്ചിട്ട് ടാബിലൊക്കെ എടുക്കാനും ഇതിനൊക്കെ വേണം. വൈഫൈ റൂട്ടർ വെച്ചിട്ട് ചെയ്യാനായിട്ടാണ്. അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇത് ഇതിലാണ് അടുത്ത് ഈ ചാനൽ നെയിം വരുന്നത്. ഈ സെറ്റപ്പിൽ വന്നിട്ട് നെയിം ഐക്കോണിൽ വരുമ്പോൾ നമുക്ക് ചാനലിൽ നെയിം ചെയ്യാൻ പറ്റും. ഓരോ ചാനലിൽ നെയിം ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും ഇതിനെല്ലാം പറ്റും. അപ്പോൾ ഇതിൽ ആൾറെഡി കുറേ പേര് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ ചാനലിനും നെയിം ചെയ്യാം. അപ്പോൾ ഓരോ ചാനലിൽ പോയി മുന്നേ ആണെങ്കിൽ സെലക്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ആ ചാനൽ, ഒന്നാമത്തെ ചാനലിൽ ഇപ്പോൾ നമ്മൾ കിക്ക് ഇടണം. കിക്ക് ഇവിടെ പേര് ആൾറെഡി അതിൻ്റെ കുറേ സേവ് ചെയ്ത് പേരുകളുണ്ട്. കിക്ക് എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിക്ക് വന്നു. ഒന്നാമത്തെ ചാനലിൽ കിക്കായി. അടുത്ത് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം രണ്ടാമത്തെ ചാനലിലോട്ട് പോയി പിന്നെ കളർ ചേഞ്ച് ചെയ്യണത് കളർ ചേഞ്ച് ചെയ്യാം. അടുത്ത് അതിന് സ്നെയർ ഇട്ടു. സ്നെയർ ഒന്ന് സേവ് ചെയ്ത് സ്നെയർ ഇട്ടു. രണ്ടാമത്തെ ചാനലിൽ സ്നെയർ വന്നു, കളറും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാം നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പേര് മാറ്റി. ഇപ്പോൾ ചാനലിൻ്റെ ഒന്നിൽ കിക്കാണ് കിടക്കുന്നത്, ഞാൻ അതിൽ മാറ്റി പിന്നെ വേറെ എന്തെങ്കിലും ഒരു പേര് ചെയ്യാം. AS എന്നാക്കി AS ആക്കി ഇവിടെ സെലക്ട് കൊടുത്ത സോറി ഈ ഇതിൽ AS എന്നായിട്ടുണ്ട്. AS എഡിറ്റിൽ പോകണം. എഡിറ്റിൽ പോയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇതിലും നമുക്ക് ഏത് ചാനൽ വേണോ ചെയ്യാം. ഇപ്പോൾ ചാനൽ 4, ചാനൽ 3 നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം ചെയ്ത് പോവാം. ഇവിടെ ഈ ബട്ടൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. ഇതിൻ്റെ പ്രീആമ്പാണ്. ഗെയിന്, എല്ലാത്തിൻ്റെയും ഗെയിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ വെച്ച് വേണമെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗെയിൻ ഇതാണ്. എന്നിട്ട് വേണ്ടി കാർഡ് ഔട്ട് നമുക്ക് എത്ര ബാക്കിൽ നേരത്തെ കാണിച്ചില്ല XUSB കാർഡ് എന്ന് പറഞ്ഞിട്ട്, അതിൽ എത്ര ഔട്ട് ഇൻപുട്ട് എത്രണ്ണം അങ്ങോട്ട് സെൻഡ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാനാണ്. ഇപ്പോൾ 32 ഇന്നാണ് കിടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ ചേഞ്ച് ചെയ്യാം. 32 ഇന്നോ 8 ഔട്ടോ എങ്ങനെ വേണോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 32 ഇന്നും 32 ഔട്ടുമാണ് കിടക്കുന്നത്. ഓക്കെ, സെറ്റപ്പ് ബട്ടണിൽ ഇത്രയാണ് വരുന്നത്. ലൈബ്രറി സെറ്റപ്പ് കഴിഞ്ഞ് ലൈബ്രറി നോക്കാം. ലൈബ്രറി ഇതിൽ ഇപ്പോൾ കിടക്കുന്ന ഫസ്റ്റ് പേജിൽ ചാനൽ, അതായത് കാണാമല്ലോ അല്ലേ, ഇത് നമുക്ക് ഇതിൻ്റെ പ്രീസെറ്റുകളാണ്, ചാനൽ പ്രീസെറ്റുകളാണിത്. അതായത് ഇതിൽ കുറേ പ്രീസെറ്റുകളുണ്ട് ആൾറെഡി. പിന്നെ നമുക്കിതിൽ സേവ് ചെയ്തും വയ്ക്കാം. ഇതിലൊരു ഇത്രയും പ്രീസെറ്റുകൾ ഇതിലുണ്ട്. ഇതിപ്പോൾ നമുക്കിതിൽ ഇപ്പോൾ കിക്കിൻ്റെ ഒരു പ്രീസെറ്റ് നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് ഈ പ്രീസെറ്റിൽ എന്തോന്നൊക്കെ ആവശ്യമുണ്ടെന്നാണ്. ഈക്വലൈസർ, സെൻറ്റ്, കംപ്രസർ, ഇതിൽ ഏതൊക്കെ ഇത് ആവശ്യമുണ്ട്. ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം
നെയിം ആൻഡ് ഐക്കോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാവും. പിന്നെ HA കോൺഫിഗറേഷൻ, ഇത് നമ്മുടെ ഗെയിനും ഇതെല്ലാം ഓഫാവും. പിന്നെ ഗേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഗേറ്റ് ഓഫാവും, കംപ്രസർ വേണ്ടാന്നുണ്ടെങ്കിൽ കംപ്രസർ ഓഫാവും. ഇതിപ്പോൾ നമുക്ക് BBM എന്നുള്ള ഇത് ഒന്നാമത്തെ ചാനലിലോട്ട് ലോഡ് കൊടുക്കുക. ലോഡ് പ്രീസെറ്റ് കൊടുത്ത് ലോഡ് ഞാൻ ലോഡ് കൊടുത്തു. ഇതിൽ ചാനൽ 1 അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നോക്കാം. ഇപ്പോൾ ഗേറ്റ് അതിൻ്റെ ഈ പൊസിഷനിലാണ് ഗേറ്റ് വരുന്നത്. അടുത്ത് കംപ്രസർ ഇങ്ങനെയാണ്, ആ ചാനലിൻ്റെ പ്രീസെറ്റാണ്. ഇക്വലൈസർ വന്നിട്ട് ഇങ്ങനെ ആയിട്ട് മാറി, അതായത് കിക്കിൻ്റെതാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ആയിട്ട് മാറി. ഓക്കെ. പിന്നെ ലൈബ്രറിയിൽ പിന്നെ ഇത് നമുക്ക് ഇതിൽ സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇതും സേവ് ചെയ്യാം, അതിപ്പോൾ പറയാം. ഇതിൽ ഇപ്പോൾ ഈ പേജ് ഇപ്പം ഞാൻ ഒരു ഈക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ചാനലിലൊരു ഈക്ക് ചെയ്തിട്ട് ആ ഈക്യൂവും കംപ്രസറും ഗേറ്റും ഒക്കെ എനിക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സേവ് പ്രീസെറ്റ് കൊടുത്ത് ഇതിലിപ്പം നെയിം ചെയ്യാം. ഇപ്പം നെയിം ചെയ്ത് സേവ് ചെയ്യാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് പ്രസ്സായി സേവായി. അപ്പോൾ ഇതിവിടെ സേവ് ആവും. ഇതിപ്പോൾ നമുക്കിതിൻ്റെ ഉപയോഗം, ഇപ്പോൾ ഒരു മൈക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ പ്രൈസ് സോൺസിലൊക്കെ 2 EQ ഉപയോഗിക്കാമല്ലോ. ഇപ്പം ഇതിലങ്ങനെ 2 EQ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ടൈമിൽ ഇപ്പം മെയിലും ഫീമെയിലും ഒരു മൈക്കിൽ പാടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിൽ നമുക്ക് 2 EQ സേവ് ചെയ്തിട്ട് ആ ടൈമിൽ മെയിലും ഫീമെയിലും മാറ്റി കൊടുക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ബാക്കി എന്നൊക്കെ ആവശ്യമുള്ളതൊക്കെ സേവ് ചെയ്ത് വയ്ക്കാം. 100 അല്ല 83 അതുവരെ തന്നെ തോന്നുന്നു. അപ്പോൾ സേവ് കൊടുത്ത് ഓക്കെ, ഇതാണ് അതിൽ വരുന്നത്. പിന്നെ അടുത്ത് എഫക്റ്റിൻ്റെതാണ്. എഫക്റ്റിൻ്റെ പ്രീസെറ്റുകളാണ് വരുന്നത്. എഫക്റ്റ് ഞാൻ വിശദമായിട്ട് പറയാം. ഇതിപ്പോൾ എഫക്റ്റ് 8 എഫക്റ്റ് ട്രാക്കുണ്ട്. ഇതിൽ എഫക്റ്റ് അതിൽ ഓരോ പ്രീസെറ്റുകൾ അതിൽ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കും പ്രീസെറ്റ് നമ്മൾ ചെയ്തിട്ട് അത് ഇതിൽ സേവ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ കൺസോൾ റീസെറ്റ് ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കാം എഫക്റ്റുകൾ. ഇതിപ്പോൾ ഞാൻ ഇതിൽ പിന്നെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ വിൻറ്റേജ്, ഹോള്, സ്റ്റീരിയോ ഡിലേ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലോഡ് പ്രീസെറ്റ് കൊടുത്താൽ ഏത് സ്ലോട്ടിലോട്ടാണ്, ഇപ്പോൾ കറണ്ട് സ്ലോട്ടിൽ ഇപ്പം ഇവിടെ മാറ്റി കൊടുത്താൽ ഇപ്പോൾ 2 രണ്ടിലോട്ട് സേവ് ആവും. പിന്നെ കൺഫേം കൊടുത്ത് ആ സ്ലോട്ടിലോട്ട് സേവ് ആയിട്ടുണ്ട്. അത് എഫക്റ്റ് ബട്ടണിൽ പോയാലേ അറിയാനൊക്കത്തുള്ളൂ. എഫക്റ്റ് ബട്ടണിൽ പോകുമ്പോൾ വിൻറ്റേജ് റൂം എഫക്റ്റ് ബട്ടണാണ്. അടുത്ത ലൈബ്രറി കഴിഞ്ഞിട്ട് എഫക്റ്റ് ബട്ടൺ. ലൈബ്രറിയിലെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഷൂട്ടിങ്. ഇത് AS വരുമ്പോഴേ ചാനൽ ചെയ്യാനുള്ളതാണ്. എഫക്റ്റിലോട്ട് പോകാം. ഇതാണ് എഫക്റ്റ് ട്രാക്കാണിത്. 8 എണ്ണം ഉണ്ട്. ഇതിൽ ഒന്ന് വിൻറ്റേജ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, രണ്ടാമത്തെ ഹോൾ റിവർബ് ഇട്ടിട്ടുണ്ട്. ഗേറ്റഡ് റിവർബ് അത് ഉപയോഗിക്കുന്നതല്ല, അത് ആവശ്യത്തിന് നമ്മളത് മാറ്റും. അതായത് ഇപ്പം ഡ്രമ്മൊക്കെ വരുമ്പോഴേ വേറെ ഇതിലോട്ട് പോകും. അതായത് ഇതിൽ മാറ്റാം. സ്റ്റീരിയോഡിൽ ഈ ബട്ടണാണത്. സ്പീച്ചിനുള്ള കംപ്രസറും ഒരുപാട് ഇതുണ്ട് ഇതിൽ. കോറസ്, മോഡുലേഷൻ ഡിലേ, പിന്നെ ഇത് ഇക്വലൈസറാണ്. നമ്മുടെ 3 ടാപ്പ് ഡിലേ, റിതം ഡിലേ, വിൻറ്റേജ്, ഇങ്ങനെ വരുന്ന ഒരുപാട് ഡിലേകളുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, എങ്ങനെ വേണോ ഉപയോഗിക്കാം. സബ് ഒക്ടേവർ എന്ന് പറഞ്ഞൊരു ഇതാണ്. വേവ് ഡിസൈനർ, പിന്നെ പെർക്കഷൻ ലിമിറ്റർ, ഇതെല്ലാം
പെർക്കഷൻ ലിമിറ്ററൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഈ ഫെയർ കംപ്രസർ ഇതെല്ലാം നമ്മുടെ ഈ എയർ കംപ്രസറൊക്കെ നമ്മുടെ ഈ ബേസ് ഗിറ്റാറിനൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ്. അത് ആ ചാനലിൽ വേണമെങ്കിൽ ഇൻസെർട്ട് ചെയ്യാം, ഇല്ല നമുക്ക് ഈ ബസ് വഴി വേണമെങ്കിലും എടുക്കാം. അതെങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട്. പിന്നെ പിച്ച് ഷിഫ്റ്റർ ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ അടുത്ത കോളത്തിൽ വന്നിട്ട് ഓക്സിലറിയിലോട്ട് പോകുന്ന, അതായത് ഇത് എങ്ങനെ വേണം നമുക്ക് റൂട്ട് ചെയ്യാം. ഇതിപ്പം ഇത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഇത് ഇൻസെർട്ട് ചെയ്യണം. ഞാൻ അത് കാണിച്ചു തരാം. അതിനെ സെലക്ട് ചെയ്യുക, ചാനൽ ബസ് 1 സെലക്ട് ചെയ്യുക. ഈ ഇൻസെർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ബസ്സിലോട്ട് ഇൻസെർട്ടായി. ഒന്നാമത്തെ ബസ്സിലോട്ട് ഈ ഡ്യുവൽ ഗ്രാഫിക് EQ-ൻ്റെ ഒരു ചാനൽ ഇൻസെർട്ടായി. അപ്പോൾ രണ്ടാമത്തത് ബസ് 2 സെലക്ട് കൊടുത്തു, ഇൻസെർട്ട്. ഇങ്ങനെയാണത് സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.